ഓ, പുതിയ ബൈക്ക് വാങ്ങിയത് ശരിയായ സമയത്തല്ല. എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചില EMI അടയ്ക്കാൻ പറ്റിയില്ല. ഞാൻ XYZ ബാങ്കിൽ നിന്നുള്ള റിക്കവറി ഏജന്റ് ആണ്. നിങ്ങൾ EMI അടയ്ക്കുന്നതിൽ വീഴ്ച വരുത്തിയിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ ബൈക്ക് സീസ് ചെയ്യാൻ വന്നതാണ്. സർ, ദയവ് ഇത് അങ്ങനെ ചെയ്യല്ലേ. എനിക്ക് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചില EMI അടയ്ക്കാൻ പറ്റിയില്ല. എന്റെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ഞാൻ പരിഹരിച്ചിട്ടുണ്ട്. ഞാൻ വാക്ക് തരുന്നു, അടുത്ത മാസം മുതൽ EMI സമയത്തിന് അടച്ചോളാം. ഇത് ബാങ്ക് പ്രൊസീജിയറാ. നിങ്ങൾക്ക് 20,000 രൂപയോളം ഡ്യൂസ് ഉണ്ട്. നിങ്ങൾ ചുരുങ്ങിയത് 5,000 രൂപ ഇപ്പോൾ അടയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി സീസ് ചെയ്യും. ഓക്കെ, ഞാൻ 5,000 രൂപ ഇപ്പോൾ അടയ്ക്കാം. ബാക്കി വരുന്ന കുറച്ച് മാസങ്ങളിലും. ഓക്കെ സർ, ഇതൊരു സ്പെഷ്യൽ ഫേവർ ആണ്. ഇതിന്റെ റെസീറ്റും ബാക്കി ഡ്യൂസിന്റെ കണക്കും ബാങ്കിന്റെ ബ്രാഞ്ചിൽ നിന്ന് കിട്ടും. ഗുഡ് ഈവനിങ് സർ, ഞാൻ XYZ ബാങ്കിൽ നിന്നുള്ള റിക്കവറി ഏജന്റാണ്. ഇത് ബാങ്ക് ഇഷ്യൂ ചെയ്ത റിക്കവറി സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം താങ്കളുടെ ലാസ്റ്റ് EMIs അടച്ചിട്ടില്ല. അതിനാൽ ബാങ്ക് താങ്കളുടെ വണ്ടി സീസ് ചെയ്യാൻ പോവുക. താങ്കൾക്ക് ബാങ്കിൽ നേരിട്ട് പണം അടയ്ക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നാൽ റെസീറ്റ് നൽകാം. അതെങ്ങനെ? ഞാൻ കുറച്ചു ദിവസം മുമ്പ് നിങ്ങളുടെ ഏജന്റിന് 5,000 രൂപ അടച്ചിരുന്നു. അത് അസാധ്യമാണ് സർ. XYZ ബാങ്കിന്റെ ഈ ഏരിയയിലെ അംഗീകൃത ഏജന്റ് ഞാനാണ്. ഇതാണ് എന്റെ ID കാർഡ്. ഇത് ഡ്യൂസ് റിക്കവർ ചെയ്യാനുള്ള XYZ ബാങ്കിന്റെ അതോറിറ്റി ലെറ്റർ. അയാളുടെ ID നോക്കിയോ? പേയ്മെന്റിന് പ്രൂഫ് ഉണ്ടോ? അയ്യോ, ഞാൻ അയാളെ കണ്ണടച്ച് വിശ്വസിച്ചു. ചതിക്കപ്പെട്ടു. അറിഞ്ഞിരിക്കണം, വ്യാജ റിക്കവറി ഏജന്റുമാരെയും ഫിഷിംഗ് ഫ്രോഡുകളെയും സൂക്ഷിക്കുക. ചെയ്യേണ്ടവ: പണം അടയ്ക്കും മുൻപും ഉത്തരവാദിത്വം ഏൽക്കും മുൻപും റിക്കവറി ബാങ്കോ ഏജൻസിയോ ഇഷ്യൂ ചെയ്ത ഏജന്റ്സിന്റെ ഐഡന്റിറ്റി കാർഡ് പരിശോധിക്കൂ. ഏജന്റിന്റെ പക്കൽ ബാങ്കിന്റെ റിക്കവറി നോട്ടീസ്, ഓതറൈസേഷൻ ലെറ്റർ എന്നിവയുടെ കോപ്പി ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഹോം ബ്രാഞ്ചുമായി ഫോണിലൂടെ ക്രോസ് വെരിഫൈ ചെയ്യാവുന്നതുമാണ്. ചെയ്യരുതാത്തവ: ശരിയായ അക്നോളജ്മെന്റ് അല്ലെങ്കിൽ റെസീറ്റ് എന്നിവയില്ലാതെ ബാങ്കിനോ റിക്കവറി ഏജൻസിനോ ക്യാഷ് നൽകരുത്.